ഹായ് ഡിയേഴ്സ്, റവ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡു തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ആദ്യമേ ഒന്ന് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റാം. പിന്നെ നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അതും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ഇട്ട് കൊടുത്ത് നമുക്കത് ആ നെയ്യിൽ നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്ത് കോരിയെടുക്കാവേ. അപ്പോൾ ഈ റവ ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടും. അപ്പോൾ ഈ ഒരു പാകത്തിനെത്തുമ്പോഴത്തേക്കും നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ബബിൾസൊക്കെ വരുന്നത് ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന റവ നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ റവ പൊടിച്ചു ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറേശ്ശെ റവ വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ചിരുന്ന മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് നമുക്ക് ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൈകൊണ്ട് ഒന്ന് ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിലേക്ക് ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കി ലഡൂസ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ലഡുവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്